ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർദശോധ്യായം. ഇതിൽ 22ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർദശോധ്യായഃ. മൈത്രേയ ഉവാച. ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനഃ ഗോപ്തര്യസതി വൈന്ദ്രീണാം പശ്യന്ത പശുസാമ്യതാം വീരമാതരമാഹൂയ സുനീതാം ബ്രഹ്മവാദിന പ്രകൃത്യ സമ്മതം വേനമഭ്യഷിഞ്ചൻ പതിം ഭുവ ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലില്യുർദസ്യവസദ്യ സർപ്പത്രസ്താ ഇവാഖവഃ സ ആരൂഢ നൃപസ്ഥാന ഉന്നദ്ധോഷ്ടവിഭൂതിഭിः അവമേനേ മഹാഭാഗാൻ സ്തബ്ധ സംഭാവിതസ്വതഃ ഏവം മദാന്ധ ഉത്സിക്തോ നിരങ്കുശൈവ ദ്വിപഃ പര്യടൻ രഥമാസ്ഥായ കമ്പയന്നിവരോദസി നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ ക്വചിൽ ഇതി ന്യവാരേദ്ധർമ്മം ഭേരീഘോഷേണ സർവശഃ. വേനസ്യാവേക്ഷ്യ മുനയോ ദുർവൃത്തസ്യ വിജേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപയോജുസ്മ സത്രിണഃ അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യുഭയതോ ദീപ്ത ഇവ തസ്കരപാലയോഃ അരാജകഭയാദേശ കൃതോ രാജാ തദർഹണഃ തതോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം അഹേരിവ പയപ്പോഷ പോഷകസ്യാപ്യനർത്ഥഭൃത് വേന പ്രകൃത്യേവ ഖല സുനീതാ ഗർഭസംഭവ നിരൂപിത പ്രജാപാല സ ജിഘാംസതി വൈ പ്രജാ തഥാപി സാന്ത്വയേ മാമും നാസ്മാംസ്തത്പാദകം സ്പൃശേത് ത്വദ്വിദ്വദ്ഭിരസദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപഃ സാന്ത്വിതോ യദി നോവാചം ന ഗ്രഹിഷ്യത്യധർമ്മകൃത് ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസാ ഏവമധ്യവസായൈനം മുനയോ ഗൂഢമന്യവഃ ഉപാവ്രജ്യ ബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭിः. മുനയ ഊചുഃ നൃപവർയനിബോധൈതദ്യത്തെ വിജ്ഞാപയാമ ഭോ ആയുശ്രീബലം കീർത്തീനാം തവ താത വിവർദ്ധനം. ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭിः ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യമസംഗിനാം സതേ മാ വിനശേദ്വീര പ്രജാനാം ക്ഷേമലക്ഷണഃ യസ്മിൻ വിനഷ്ടേ നൃപതിർ ഐശ്വര്യാദവരോഹതി രാജന്നസാധ്വമാത്യേഭ്യശ്ചോരാദിഭ്യ പ്രജാനൃപഃ രക്ഷന്യഥാ ബലിം ഗൃഹ്ണൻ ഇഹ പ്രത്യച മോദത്തെ യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷ യുജ്യതേ സ്വേന ധർമ്മേണ ജനൈർവർണ്ണാശ്രമാൻവിതൈഃ തസ്യ രാജ്ഞോ മഹാഭാഗ ഭഗവാൻ ഭൂതഭാവനഃ പരിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനേ. അടുത്തത് 20ാമത്തെ. തസ്മിൻ തുഷ്ടേ കിമപ്രാപ്യം ജഗദാമീശ്വരേശ്വരേ ലോകാഃ സപാലാഹ്യേ തസ്മൈ ഹരന്തി ബലിമാദൃതാഃ തം സർവലോകാമരയജ്ഞസംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞൈർവിചിത്രൈർയജതോ ഭവായത്തെ രാജൻ സ്വദേശാനനുരോദ്ധുമർഹസി. 22ാമത്തെ. യജ്ഞേന യുഷ്മദ്വിഷയേ ദുജാതിഭിർവിതായമാനേന സുരാഃ കലാഹരേ സ്വിഷ്ടാഃ സുതുഷ്ടാഃ പ്രതിശന്തി വാഞ്ചിതം തദ്ധേളനം നാർഹസി വീരചേഷ്ടിതും. അടുത്ത ശ്ലോകങ്ങൾ 23ാമത്തെ ശ്ലോകം തൊട്ടാണ് എടുക്കാനുള്ളത്. വേന ഉവാച. വേനൻ പറയുകയാണ്. ബാലിശാപതയൂയം വാ അധർമ്മേ ധർമ്മമാനിനഃ യേ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസത്തെ. ബാലിശാപതയൂയം വാ അധർമ്മേ ധർമ്മമാനിനഃ യേ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസത്തെ. വളരെ ബാലിശമായ പ്രവൃത്തിയാണ് നിങ്ങളൊക്കെ ചെയ്യണത്. ബാലിശാബത യൂയം നിങ്ങൾ ചെയ്യണം. വാ അധർമ്മേ ധർമ്മമാൻ അധർമ്മത്തെ ധർമ്മമായിട്ട് മാനിക്കണം. ഏ വൃത്തിതം ഈ നിങ്ങളുടെ പ്രവൃത്തി പതിം ഹിത്വാ ജാരം പതിം ഉപാസത്തെ. ആ പതിയെ ഉപാസിക്കുന്നതിന് പകരം ആ പതിയെ ഉപേക്ഷിച്ചിട്ട് ജാരനെ ഉപാസിക്കുന്നതിന് തുല്യമാണ്.
വേനൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യണ ഈ പ്രവൃത്തി ഈ വളരെ കഷ്ടം തന്നെ, അത് വളരെ ബാലിശാണ്, കുട്ടിത്തരാണ്, ഇത് ബാലന്മാർക്ക് ചേർന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യണത്. അധർമ്മത്തെ ധർമ്മമായിട്ട് മാനിക്കുകയാണ് ചെയ്യണത്. എന്താ അധർമ്മം? അതായത് രാജാവിനെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഭഗവാന് വേണ്ടിയിട്ട് യജ്ഞങ്ങൾ കഴിക്കുകയാണ്. രാജാവിന് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ കണ്ട് രാജാവിൻ്റെ മേലെ ഒരു നാഥൻ ഉണ്ടെന്ന നിലയ്ക്ക് വേറൊരു ഭഗവാനെ ഉപാസിക്കുകയാണ്, യജ്ഞം ചെയ്യുക. ഇതാണ് നിങ്ങൾ മഹർഷിമാർ പറഞ്ഞു തരണം. അപ്പം നിങ്ങൾ ചെയ്യണത് എന്താ? ധർമ്മത്തെ മാനിക്കുന്നതിന് പകരം ഈ അധർമ്മം, രാജാവിനെ സേവിക്കുക എന്നുള്ള ധർമ്മം മറന്നിട്ട് അന്യ ഭഗവാനെ സേവിക്കണ ഒരു അധർമ്മമായിട്ട് തീരണു. ഏതുപോലെ? പതിം ഹിത്വാജാരം, സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് ഒരു ജാരപുരുഷനെ ഉപാസിക്കണ പോലെയാണ് ഇത് ചെയ്യണത് എന്നാണ് പറയണത്. അപ്പോൾ അധർമ്മേ, അധർമ്മത്തിൽ അതിപ്പോൾ പദങ്ങൾ, ധർമ്മമാനിനഹ, ധർമ്മമെന്ന ധാരണ പുലർത്തുന്ന യൂയം നിങ്ങൾ, ബാലിശാഹ വൈ, കുട്ടിത്തമുള്ളവർ തന്നെ, യാതൊരു നിങ്ങൾ, വൃത്തിദം ഉപജീവനം നൽകുന്ന, പതിം ഹിത്വ പതിയെ വിട്ടിട്ട്, ജാരം പതിം ജാരപുരുഷനെ ഉപാസത്തെ ആശ്രയിക്കുന്നു. കഷ്ടം തന്നെ, കഷ്ടം തന്നെ. എന്നും കൂടി പറയാം. അധർമ്മേ, അധർമ്മത്തിൽ, ധർമ്മമാനിനഹ, ധർമ്മമെന്ന ധാരണ പുലർത്തുന്ന യൂയം നിങ്ങൾ, ബാലിശാഹ വൈ, കുട്ടിത്തമുള്ളവർ തന്നെ, യാതൊരു നിങ്ങൾ, വൃത്തിദം ഉപജീവനം നൽകുന്ന, പതിം ഹിത്വ പതിയെ വിട്ടിട്ട്, ജാരം പതിം ജാരപുരുഷനെ ഉപാസതയെ ആശ്രയിക്കുന്നു. കഷ്ടം തന്നെ. അതാണ് ബാലിശാ ബത യൂയം വാ അധർമ്മേ ധർമ്മമാനിന വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസത്തെ. അതായത് അധർമ്മമായത് ധർമ്മമെന്ന് ധരിച്ച നിങ്ങളുടെ ആ വാദഗതികൾ കേവലം ബാലിശങ്ങളാണ്, കഷ്ടം തന്നെ. നിങ്ങൾക്കെല്ലാം ഉപജീവന മാർഗം ഉണ്ടാക്കിത്തരുന്ന നമ്മെ അവഗണിച്ചിട്ട് ഭാര്യ സ്വഭർത്താവിനെ ഉപേക്ഷിച്ച് പരപുരുഷനെ ആശ്രയിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ സമീപനം എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അധർമ്മേ ധർമ്മമാനിനഃ യൂയം ബാലിശാഹ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിം ഉപാസത്തെ. അധർമ്മേ ധർമ്മമാനിനഃ യൂയം ബാലിശാഹ വൈ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിം ഉപാസത്തെ. അതായത് അധർമ്മത്തിൽ ധർമ്മമെന്ന ധാരണ പുലർത്തുന്ന നിങ്ങൾ, കുട്ടിത്തമുള്ളവർ തന്നെ, യാതൊരു നിങ്ങൾ ഈ ഉപജീവനം നൽകുന്ന ആ പതിയെ വിട്ടിട്ട് ജാരപുരുഷനെ ആശ്രയിക്കുന്നു. ഇത് വലിയ കഷ്ടം തന്നെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങയുടെ ആ രാജ്യത്തിൽ ബ്രാഹ്മണർ ചെയ്യുന്ന ആ യജ്ഞത്താൽ യഥാവിധി ആരാധിക്കപ്പെടുന്ന ഭഗവാന്റെ 22ാമത്തെ ശ്ലോകം അല്ലേ, 23ാമത്തെ ശ്ലോകം. അപ്പോൾ ഇത് മുനിമാർ അങ്ങയുടെ രാജ്യത്തിൽ ബ്രാഹ്മണർ ചെയ്യുന്ന യജ്ഞത്താൽ യഥാവിധി ആരാധിക്കപ്പെടുന്ന ഭഗവാന്റെ അംശഭൂതരായിരിക്കുന്ന ദേവന്മാർ സന്തോഷിച്ച് സർവാഭീഷ്ടങ്ങളും നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് വേനനെ ഇവർ ഉപദേശിക്കുകയാണ്. ദേവന്മാരെ അങ്ങ് അനാദരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേനനെ ഉപദേശിക്കുകയാണ്. അപ്പോഴാണ് വേനൻ പറയുന്നത്, അധർമ്മം ധർമ്മമെന്ന് തെറ്റിദ്ധരിക്കുന്ന നിങ്ങൾ അജ്ഞന്മാരാണ്. നിങ്ങൾ പരിപാലകനും നാഥനുമായിരിക്കുന്ന എന്നെ വിട്ടിട്ട് കുലടകൾ ജാരണേ എന്ന പോലെ മറ്റൊരാളെ സേവിക്കുന്നു. ഭഗവാന് വേണ്ടി യജിക്കാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന് പിടിക്കാത്തത്, ആ വേനനെ പിടിക്കാത്തത്. അപ്പോൾ ഇത് പറയണത് നോക്കാം. അപ്പോൾ വേനൻ പറയുകയാണ്, അധർമ്മത്തെ ധർമ്മമെന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന നിങ്ങൾ മൂഢന്മാർ തന്നെ, കഷ്ടം. എല്ലായ്പ്പോഴും വേണ്ടുന്നതെല്ലാം കൊടുത്ത് സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട്
തൽക്കാല ആവശ്യത്തിനായിട്ട് അല്പസമയം സ്നേഹിക്കുന്നത് പോലെ ഭാവിക്കുന്ന ആ ജാരഭർത്താവിനെ ഉപാസിക്കുന്ന മൂഢസ്ത്രീകളെ എന്ന പോലെ നിങ്ങൾ സർവദാ പരിപാലിക്കുന്ന എന്നെ ഭജിക്കാതെ വിഷ്ണുവിനെ ഭജിക്കുന്നത് കൊണ്ട് നിങ്ങൾ മൂഢന്മാർ തന്നെ എന്ന അറിവുള്ള നിങ്ങൾക്കും ഈ ഭ്രമം സംഭവിച്ചത് മഹാകഷ്ടം തന്നെ. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. അപ്പോൾ വേന ഉവാച ഹേ മുനയ, വേനൻ പറയണ അല്ലയോ മുനിമാരെ, യൂയം ബാലിശ, നിങ്ങൾ കുട്ടികളെപ്പോലെ പ്രവർത്തിക്കുന്നു. അധർമ്മേ ധർമ്മമാനിന, അധർമ്മത്തെ ധർമ്മമായിട്ട് മാനിക്കുന്നു. യേ വൃത്തിദം, നിങ്ങളുടെ ഈ പ്രവൃത്തി പതിം മാം ഹിത്വ, പതിയായിരിക്കുന്ന നാഥനായിരിക്കുന്ന എന്നെ ഉപേക്ഷിച്ചിട്ട് ജാരം പതിമുപാസതേ, ജാരനായിരിക്കുന്ന ഒരാളെ ഉപാസിക്കുന്നത് പോലെയാണ് എന്ന് പറയുകയാണ്. ഹേ മുനയ, അല്ലയോ മുനിമാരെ, യൂയം ബാലിശ, നിങ്ങൾ കുട്ടികളെപ്പോലെ പ്രവർത്തിക്കുന്നു. അധർമ്മേ ധർമ്മമാനിനഃ, അധർമ്മത്തെ ധർമ്മമായിട്ട് മാനിക്കുന്നു. യേ വൃത്തിദം, നിങ്ങളുടെ ഈ പ്രവൃത്തി പതിം മാം ഹിത്വ, നാഥനായിരിക്കുന്ന രാജാവായിരിക്കുന്ന എന്നെ ഉപേക്ഷിച്ചിട്ട് ജാരം പതിമുപാസതേ, ജാരനായിരിക്കുന്ന മറ്റൊരു രാജാവിനെ ഉപാസിക്കുന്നതിന് തുല്യമാണ്. ജാരനായിരിക്കുന്ന രാജാവിനെ ഉപാസിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ഇന്നത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഹേ മുനയ യൂയം ബാലിശ അധർമ്മേ ധർമ്മമാനിനഃ യേ വൃത്തിദം പതിം മാം ഹിത്വാ ജാരം പതിമുപാസതേ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം അവജാനന്ത്യമീ മൂഢ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രം ഇഹലോകേ പരത്രജ ച. അവജാനന്ത്യമീ മൂഢ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രമിഹലോകേ പരത്രജ. അറിയണം. എന്താ അറിയേണ്ടത്? അവജാനന്ത്യമീ മൂഢ, അല്ലയോ മൂഢന്മാരെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? നൃപരൂപിണം ഈശ്വരം, ഈ രാജാവിൻ്റെ രൂപം ഈശ്വരൻ്റെ രൂപമാണെന്ന്. നാനുവിന്ദന്തി, അതിനെ അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഈശ്വരൻ്റെ സ്വരൂപമാണെന്ന് അറിയാതെ അതിനെ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവജാനന്തി, അതിനെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകത്തിലും തേ ഭദ്രം ഇഹലോകേ പരത്രച, ഇഹലോകത്തിലും പരലോകത്തിലും നിങ്ങൾക്കൊരിക്കലും ഭദ്രം, മംഗളം ഉണ്ടാവില്ല, ശ്രേയസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവജാനന്ത്യമീ മൂഢ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രം ഇഹലോകേ പരത്രച. അപ്പോൾ അതിലത്തെ പദങ്ങൾ നൃപരൂപിണം, രാജരൂപത്തിലുള്ള ഈശ്വരം, ഈശ്വരനെ, അമീമൂഢാഹ, ഈ കൊള്ളരുതാത്തവർ, അവജാനന്തി, അവഗണിക്കുന്നു. തേ, അവർ, ഇഹലോകേ, ഇഹത്തിലും, പരത്രച, പരത്തിലും, ഭദ്രം, ശ്രേയസ്, ന അനുവിന്ദന്തി, അനുഭവിക്കുന്നില്ല. എന്നുകൂടി പറയാം. നൃപരൂപിണം, രാജരൂപത്തിലുള്ള ഈശ്വരം, ഈശ്വരനെ, അമീമൂഢാഹ, ഈ കൊള്ളരുതാത്തവർ, അവജാനന്തി, അവഗണിക്കുന്നു. തേ, അവർ, ഇഹലോകേ, ഇഹത്തിലും, പരത്രച, പരത്തിലും, ഭദ്രം, ശ്രേയസ്, ന അനുവിന്ദന്തി, അനുഭവിക്കുകയില്ല. അപ്പോൾ തന്മയം വന്നിട്ട് നൃപരൂപിണം ഈശ്വരം അമീമൂഢ അവജാനന്തി തേ ഇഹലോകേ പരത്രച ഭദ്രം ന അനുവിന്ദന്തി. എന്നുകൂടി പറയാം. നൃപരൂപിണം ഈശ്വരം അമീമൂഢ അവജാനന്തി തേ ഇഹലോകേ പരത്രച ഭദ്രം ന അനുവിന്ദന്തി. രാജരൂപത്തിലുള്ള ഈശ്വരനെ ഈ കൊള്ളരുതാത്തവർ അവഗണിക്കുകയാണ് ചെയ്യണത്, അവഗണിക്കുന്നു. എന്നിട്ടോ അവർ ഇഹത്തിലും പരത്തിലും ആ ശ്രേയസ്സിനെ അനുഭവിക്കുന്നില്ല. അപ്പോൾ രാജാവിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്ന ഈശ്വരനെ നിന്ദിക്കുന്ന ഇത്തരക്കാർക്ക് ഇഹത്തിലും പരത്തിലും ശ്രേയസ്സില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രാജാവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ സർവേശ്വരനെ അവമാനിക്കുന്ന ഈ മൂഢന്മാർ ഇഹത്തിലും പരത്തിലും ക്ഷേമം പ്രാപിക്കുന്നില്ല. യാതൊരുത്തർ സർവഥാ സംരക്ഷിക്കുന്ന ഈ രാജസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനെ സേവിക്കാതെ അന്യദേവനെ ഉപാസിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമം ഉണ്ടാകുകയില്ല. അപ്പം അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് എന്താ നോക്കാം, പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ
ഇപ്പോൾ പറഞ്ഞു യേ ഭൂപരൂപിണ യേ ഭൂപരൂപിണ ഈ രാജാവിന് ഭൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് യേ ഭൂപരൂപിണ ഈശ്വരം ഈ രാജാവായിരിക്കുന്ന ഈശ്വരനെ ജാനന്തി അറിയാതെ തേ അവർ ഇഹപരത്ര ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമം വിന്ദന്തി ക്ഷേമത്തെ അവർ അനുഭവിക്കണില്ല എന്നർത്ഥം. ക്ഷേമം അനുഭവിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഈശ്വരനല്ല അറിയുന്നതുകൊണ്ട്, രാജാവിനെ ഈശ്വരനല്ല അറിഞ്ഞുകൊണ്ട് രാജാവിനെ സേവിക്കുന്നതുകൊണ്ട് അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷേമം ഇല്ല എന്നാണ് പറയുന്നത്. ആണ് പറഞ്ഞിരിക്കുന്നത് തേ ഭൂപരൂപിണ യേ ഭൂപരൂപിണം ഈശ്വരം ന ജാനന്തി അവർ ഈ രാജാവിൻ്റെ രൂപമായിരിക്കുന്ന ഈശ്വരനെ അറിയാതെ ന ജാനന്തി തേ അവർ ഇഹപരത്ര ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമത്തെ വിന്ദന്തി അനുഭവിക്കുന്നില്ല. അപ്പോഴത്തെ വ്യാഖ്യാനം വന്നിട്ട് യേ ഭൂപരൂപിണം ഈശ്വരം ന ജാനന്തി തേ ഇഹപരത്ര ക്ഷേമം ന വിന്ദന്തി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം. 25-ാമത്തെ ശ്ലോകം. കോ യജ്ഞപുരുഷോ നാമ യത്ര വോ ഭക്തിരീദൃശി ഭർത്തൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം. കോ യജ്ഞപുരുഷോ നാമ യത്ര വോ ഭക്തിരീദൃശി ഭർത്തൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം. ആരാണ് നിങ്ങൾ ഈ യജിക്കണ യജ്ഞപുരുഷൻ്റെ പേരെന്താണ്? കോ യജ്ഞപുരുഷോ നാമ, അവൻ ആരാണ്? ഇത്രയും ഭക്തിയോട് കൂടിയിട്ട്, ഭക്തിരീദൃശി ഇത്രയും ഭക്തിയോട് കൂടിയിട്ട് നിങ്ങൾ യജിക്കണം എന്ന് പറയുന്ന ആ യജ്ഞപുരുഷൻ ആരാണ്? ഭർത്തൃസ്നേഹവിദൂരാണാം യഥാ ജാരേ കുയോഷിതാം. അത് ദുഷിച്ച സ്ത്രീകളെ, ജാരപുരുഷന്മാരെ എപ്രകാരമാണോ ആശ്രയിക്കുന്നത്, വളരെ ഭർത്തൃസ്നേഹം ഉള്ള ഭർത്താവിനെ സ്നേഹവിദൂരേണ, ഭർത്താവിനെ സ്നേഹിക്കാത്ത ദുഷിച്ച സ്ത്രീകൾ, ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭർത്തൃസ്നേഹവിദൂരാണാം കുയോഷിതാം, സ്നേഹിക്കാത്ത ദുഷിച്ച സ്ത്രീകൾക്ക് പരപുരുഷനിൽ എന്ന പോലെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് കോ യജ്ഞപുരുഷോ നാമ യത്രവോ ഭക്തിരീദൃശി ഭർത്തൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം. അപ്പോൾ അതിലത്തെ പദങ്ങളെ വഹ നിങ്ങൾക്ക്, എത്ര ഏതൊരുവനിൽ, ഈദൃശി ഇത്രയും, ഭക്തി ഉണ്ടോ, സാ യജ്ഞപുരുഷ ആ യജ്ഞപുരുഷൻ, കോ നാമ ആരാണ്, ഭർത്തൃസ്നേഹവിദൂരാണാം ഭർത്താവിനെ ഒട്ടും സ്നേഹിക്കാത്ത, കുയോഷിതാം ദുഷിച്ച സ്ത്രീകൾക്ക്, ജാരേ പരമപുരുഷനിൽ, യഥാ എന്ന പോലെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ വഹ നിങ്ങൾക്ക്, എത്ര ഏതൊരുവനിൽ, ഈദൃശി ഇത്രയും, ഭക്തിയുണ്ടോ, സഹ യജ്ഞപുരുഷ ആ യജ്ഞപുരുഷൻ, കോ നാമ ആരാണ്, ഭർത്തൃസ്നേഹവിദൂരാണാം ഭർത്താവിനെ ഒട്ടും സ്നേഹിക്കാത്ത, കുയോഷിതാം ദുഷിച്ച സ്ത്രീകൾക്ക്, ജാരേ പരപുരുഷനിൽ, യഥാ എന്ന പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. അതിൽ തന്വയം വന്നിട്ട് വഹ യത്ര ഈദൃശീ ഭക്തി സഹ യജ്ഞപുരുഷ കോ നാമ ഭർത്തൃസ്നേഹവിദൂരാണാം കുയോഷിതാം ജാരേ യഥാ. എന്നൂടി പറയാം. വഹ യത്ര ഈദൃശീ ഭക്തി സഹ യജ്ഞപുരുഷ കോ നാമ ഭർത്തൃസ്നേഹവിദൂരാണാം കുയോഷിതാം ജാരേ യഥാ. അതിൽ അർത്ഥം വന്നിട്ട് നിങ്ങൾക്ക് ഏതൊരുവനിൽ ഇത്രയും ഭക്തിയുണ്ടോ, ആ യജ്ഞപുരുഷൻ ആരാണ്, ഭർത്താവിനെ ഒട്ടും സ്നേഹിക്കാത്ത ദുഷിച്ച സ്ത്രീകൾക്ക് പരപുരുഷനിൽ എന്ന പോലെയാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭർത്തൃസ്നേഹമില്ലാത്ത കുലടകൾക്ക്, ജാരനിൽ എന്ന പോലെ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ള ആ യജ്ഞപുരുഷൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ
നിങ്ങൾ പറയുന്ന ആ യജ്ഞപുരുഷൻ ആരാണ്? അദ്ദേഹത്തിൽ നിങ്ങൾക്ക് ഇത്ര ഭക്തിയുണ്ടാവാൻ സംഗതി എന്താണ്? കാര്യം എന്താണ്? രാജാവിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്ന ഈശ്വരനെ നിന്ദിക്കുന്ന ഇത്തരക്കാർക്ക് ഇഹത്തിലും പരത്തിലും ശ്രേയസില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ആ യജ്ഞപുരുഷൻ ആരാണെന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിൽ നിങ്ങൾക്ക് ഇത്ര ഭക്തി ഉണ്ടാവാൻ ഉള്ള കാര്യം എന്താണ്? ലോകത്തിലെ നന്മതിന്മകൾക്ക് അപ്പോൾ ഫലം നൽകുന്ന രാജാവായിരിക്കുന്ന എന്നെ ഒഴിച്ച് ആ കർമ്മഫലദാതാവായിട്ട് മറ്റൊരുവൻ ആരാണ് ഉള്ളത്? അപ്രകാരമുള്ള നിങ്ങളുടെ ഭക്തിക്ക് വിഷയീഭൂതന്മാർ ആരാകുന്നു? ഭർത്തൃസ്നേഹവിഹീനകളായിരിക്കുന്ന കുൽസിത സ്ത്രീകൾ ജാരപുരുഷന്മാരെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ യഥാർത്ഥ പാലകനായിരിക്കുന്ന എന്നെ കൂടാതെ മറ്റാരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് പറയൂ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട്, ഹേ മുനിയഹ, അല്ലയോ മുനിമാരെ, യജ്ഞപുരുഷോ നാമക്കഹ, ആ യജ്ഞപുരുഷൻ ആരാണ്? എത്രവഹ, ഇത്രയും ഈദൃശീ ഭക്തി, ഇത്രയും ഭക്തി നിങ്ങൾക്ക് ഉള്ള ആ യജ്ഞപുരുഷൻ ആരാണെന്ന് ചോദിക്കുകയാണ്. ഹേ മുനയഹ യജ്ഞപുരുഷോ നാമക്കഹ എത്രവ ഈദൃശീ ഭക്തി, അല്ലയോ മുനിമാരെ, ആ യജ്ഞപുരുഷൻ ആരാണ്? നിങ്ങളുടെ യജ്ഞപുരുഷൻ ആരാണ്? ഇത്രയും ഭക്തി, എത്രവഹ, ഇത്രയും ഭക്തി നിങ്ങൾക്ക് ഈദൃശീ ഭക്തി, അവർക്കുണ്ടാവാൻ കാരണം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്, 26, 27. വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർയമോ രവിഃ പർജന്യോ ധനദ സോമ ക്ഷിതിരഗ്നിരപാമ്പതി ഏതേ ചാന്യേ ച വിബുധാഃ പ്രഭവോ വരശാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപഃ. ഒന്നുകൂടി വായിക്കാം 2 ശ്ലോകങ്ങളും. വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർയമോ രവി പർജന്യോ ധനദ സോമ ക്ഷിതിരഗ്നിരപാമ്പതി ഏതേ ചാന്യേ ച വിബുധാ പ്രഭവോ വരശാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപഃ. അതായത് വരം നൽകുവാനും ശപിക്കുവാനും ശപിക്കുവാനും ഒക്കെ പ്രാപ്തിയുള്ള വിഷ്ണു, അതുപോലെ ബ്രഹ്മാവ്, അതുപോലെ മഹാദേവൻ, ഇന്ദ്രൻ, വായു, യമൻ, അതുപോലെ ആദിത്യൻ, പർജന്യൻ, കുബേരൻ, ചന്ദ്രൻ, ഭൂമി, അഗ്നി, വരുണൻ, ഇവരും അതുപോലെ ഏതേ ചാന്യേച വിബുധ, അതുപോലെയുള്ള മറ്റു ദേവന്മാരും അവരുടെയൊക്കെ ദേഹേ ഭവന്തി നൃപത്തെ, അവരൊക്കെ അവരുടെയൊക്കെ ആ ദേവത്വം ഈ രാജാവിൽ ദേഹേ ഭവന്തി, രാജാവിലുണ്ട്, അവരുടെയൊക്കെ അംശം ഈ രാജാവിലുണ്ട്. അതുകൊണ്ട് ആ രാജാവിനെ സർവദേവമയോ നൃപ, സർവദേവമയനായിട്ട് വിചാരിക്കണം. വിഷ്ണുർ വിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർയമോ രവി പർജന്യോ ധനദ സോമ ക്ഷിതിരഗ്നിരപാമ്പതി ഏതേ ചാന്യേ ച വിബുധാ പ്രഭവോ വരശാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപഃ. അപ്പോൾ അടുത്ത പദങ്ങൾ നമുക്ക് നോക്കാം. വരശാപയോഹോ, വരം നൽകാനും ശപിക്കാനും, പ്രഭവ, പ്രാപ്തനും ആയിരിക്കുന്ന വിഷ്ണു, മഹാവിഷ്ണു, വിരിഞ്ചൻ, ബ്രഹ്മാവ്, ഗിരിശൻ, ശിവൻ, ഇന്ദ്രൻ, ദേവേന്ദ്രൻ, വായു, യമഹ, യമൻ, രവി, ആദിത്യൻ, പർജന്യ, പർജന്യൻ എന്ന് പറയുന്നത് വിത്തുകളൊക്കെ മുളപ്പിക്കുന്നവൻ അർത്ഥം. അതായത് പർജന്യൻ ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ് പർജന്യൻ എന്ന് പറയുന്നത്. സൂര്യൻ തുടങ്ങിയിട്ടുള്ള ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ് പർജന്യൻ എന്ന് പറയുന്നത്. പിന്നെ ധനദഹ എന്ന് പറഞ്ഞാൽ കുബേരൻ, സോമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ, ക്ഷിതിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, അഗ്നി, അപാമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുണൻ. അപ്പോൾ ഇങ്ങനെയുള്ളവരും ഏതേച്ച എന്നിവരും അന്യേ വേറെയും വിബുധാഹ ദേവന്മാർ നൃപദേഹേ രാജാവിൻ്റെ ദേഹേ ശരീരത്തിൽ ഭവന്തി ഉണ്ട്. അപ്പം അതുകൊണ്ട് നൃപഹ, അതിനാൽ രാജാവ് സർവദേവമയ സർവദേവതാ സ്വരൂപനാണ്. ഒന്നുകൂടി പറയാം. വരശാപാത്, വരം നൽകാനും ശപിക്കാനും പ്രഭവ, പ്രാപ്തരായിരിക്കണ വിഷ്ണു, മഹാവിഷ്ണു, വിരിഞ്ച, ബ്രഹ്മാവ്, ഗിരിശ, ശിവൻ,
ഇന്ദ്രഃ ഇന്ദ്രൻ, വായു യമഃ യമൻ, രവിഃ ആദിത്യൻ, പർജന്യഃ പർജന്യൻ, ധനദഃ കുബേരൻ, സോമഃ ചന്ദ്രൻ, ക്ഷിതി ഭൂമി, അഗ്നി അപാമ്പതി വരുണൻ. ഇപ്രകാരമുള്ളവരും വേറെയും അന്യേച വേറെയും, ഏതേച്ച എന്ന് പറഞ്ഞാൽ ഇവരും, അന്യേച്ച എന്ന് പറഞ്ഞാൽ വേറെയുള്ളവരും ആയിട്ടുള്ള വിബുധാഹ ദേവന്മാർ, നൃപതേഹേ രാജാവിൻ്റെ ദേഹത്തിൽ, ദേഹേ ശരീരത്തിൽ, ഭവന്തി ഉണ്ട്, നൃപഃ അതിനാൽ രാജാവ്, സർവദേവതാമയ സ്വരൂപനാണ്. അപ്പോൾ അതിൽ തന്വയം വന്നിട്ട് വരശാപയോഹോ പ്രഭവഃ വിഷ്ണു വിരിഞ്ചഃ ഗിരിശഃ ഇന്ദ്രഃ വായുഃ യമഃ രവിഃ പർജന്യഃ ധനദഃ സോമഃ ക്ഷിതി അഗ്നിഃ അപാമ്പതിഃ ഏതേ ച അന്യേ ച വിബുധാഃ നൃപതേഃ ദേഹേ ഭവന്തി നൃപഃ സർവദേവമയഃ. എന്നും കൂടി പറയാം. വരശാപയോഹോ പ്രഭവഃ വിഷ്ണുഃ വിരിഞ്ചഃ ഗിരിശഃ ഇന്ദ്രഃ വായുഃ യമഃ രവിഃ പർജന്യഃ ധനദഃ സോമഃ ക്ഷിതിഃ അഗ്നിഃ അപാമ്പതിഃ ഏതേ ച അന്യേ ച വിബുധാഃ നൃപതേഃ ദേഹേ ഭവന്തി നൃപഃ സർവദേവമയഃ. വരം നൽകാനും ശപിക്കാനും പ്രാപ്തരായിരിക്കുന്ന മഹാവിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, വായു, യമൻ, ആദിത്യൻ, പർജന്യൻ, കുബേരൻ, ചന്ദ്രൻ, ഭൂമി, അഗ്നി, വരുണൻ എന്നിവരും വേറെയും ദേവന്മാർ രാജാവിൻ്റെ ശരീരത്തിൽ ഭവന്തി ഉണ്ട്. അതുകൊണ്ട് രാജാവ് സർവദേവതാ സ്വരൂപൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, വായു, യമൻ, സൂര്യൻ, പർജന്യ ദേവത, കുബേരൻ, സോമൻ, ഭൂമി, അഗ്നി, വരുണൻ എന്നിങ്ങനെ സർവ്വദേവന്മാരുടെ ഓജസ്സും രാജാവിലടങ്ങിയിരിക്കുന്നു. ആ രാജാവിന് നിഗ്രഹാനുഗ്രഹ ശക്തിയും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിഗ്രഹാനുഗ്രഹ ശക്തരായിരിക്കുന്ന ത്രിമൂർത്തികളും ഇന്ദ്രാദി ലോകപാലന്മാരും സൂര്യചന്ദ്രാദികളും മറ്റു സർവ്വദേവതകളും രാജാവിൻ്റെ ദേഹത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് രാജാവ് സർവ്വദേവതാ സ്വരൂപം ആകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ വിഷ്ണു, ബ്രഹ്മാവ്, പരമശിവൻ, ഇന്ദ്രൻ, വായു, യമൻ, സൂര്യൻ, മേഘാഭിമാനി ദേവനായിരിക്കുന്ന പർജന്യൻ, കുബേരൻ, സോമൻ, ഭൂമി, അഗ്നി, വരുണൻ എന്നീ ദേവതമാരും അനുഗ്രഹിക്കാനും ശപിക്കുവാനും പ്രഭുവായി ഇരിക്കുന്ന മറ്റു ദേവതമാരും രാജാവിൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് രാജാവ് സർവഥാ സ്വരൂപൻ ആകുന്നു. അപ്പോൾ ഇവിടെ പറയണത് അഹോ അല്ലയോ വിഷ്ണുർ ബ്രഹ്മ ശിവ, വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രോ വായുർയമാദയ സർവേ നൃപസ്യ ദേഹേ വസന്തി. ഇവരെല്ലാവരും രാജാവിൻ്റെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് തസ്മാത് ഹേ വിപ്ര അതുകൊണ്ട് രാജാവ് സർവദേവതാ സ്വരൂപനാണ്. അഹോ വിഷ്ണുർ ബ്രഹ്മാ ശിവ ഇന്ദ്രോ വായുർയമാദയ സർവേ നൃപസ്യ ദേഹേ വസന്തി തസ്മാത് നൃപഃ സർവദേവമയ. അതുകൊണ്ട് ആ നൃപൻ സർവദേവമയനാണ്. ഇവരെല്ലാവരും എല്ലാ ദേവതമാരും ആ രാജാവിൻ്റെ ശരീരത്തിലുള്ളതുകൊണ്ട് രാജാവിനെ സർവദേവതാമയനായിട്ട് കാണണം എന്നുള്ളതാണ് പറയണത്. വേനൻ സംസാരിക്കുകയാണ്. ആ ഭാഷാശൈലി ശ്രദ്ധിക്കണം. രാജധർമ്മം അനുഷ്ഠിക്കുന്ന രാജാവിനെ സംബന്ധിച്ച് ഇതെല്ലാം ശരിയാണ്. പക്ഷെ വേനൻ ദുഷ്ടനാകയാൽ മുൻപറഞ്ഞ ആ ശുക്രനീതി വാക്യപ്രകാരം രാക്ഷസാംശമാണ്. ദേവാംശം ആണെന്നത് ദുരഭിമാനം മാത്രമാണ് ആ വേനൻ്റെ. വിഷ്ണുവും ബ്രഹ്മാവും ശിവനും എല്ലാം താൻ തന്നെയാണെന്ന് പറയുകയാൽ മുനിമാർ ഉദ്ദേശിച്ച ആ ആന്തരാർത്ഥം വേനൻ മനസ്സിലാക്കുന്നു. അപ്പോൾ താൻ സർവ്വദേവന്മാരെയും പ്രതിനിധീകരിക്കുന്നതിനാൽ ഇനി അധികം ഉപദേശിച്ചാൽ ശപിക്കും എന്നാണ് ധ്വനി. വന്ദിച്ചാൽ വരം നൽകാമെന്നും തനിക്കുപരി ആരുമില്ലെന്നും ഉള്ള ഭാവത്തിലാണ് ആ വേനൻ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 28ാമത്തെ ശ്ലോകം. തസ്മാൻ മാം കർമ്മഭിർവിപ്രാ യജധ്വം ഗതമത്സരാ ബലിം ച മഹ്യം
ഹരത മത്തോന്യക്കോഗ്രഭുക് പുമാൻ തസ്മാൻ മാം കർമ്മഭിർവിപ്ര യജധ്വം ഗതമത്സരാः ബലിം ച മഹ്യം ഹരത മത്തോന്യ കോഗ്രഭുക് പുമാൻ. അതുകൊണ്ട് എന്നെ കർമ്മഭിർവിപ്രാഹ, അല്ലയോ ബ്രാഹ്മണരെ, ആ കർമ്മങ്ങളെ കൊണ്ട്, യജ്ഞങ്ങളെ കൊണ്ട് യജധ്വം, എന്നിൽ യജിക്കണം. ഗതമത്സരാഹ, നിങ്ങൾ ശത്രുത്വമൊക്കെ ഉപേക്ഷിക്കണം. ബലിം ച മഹ്യം, രാജഭോഗങ്ങളൊക്കെ കരം ഒക്കെ വേണ്ട വിധത്തിൽ എനിക്ക് നൽകണം. ബലിം ച മഹ്യം ഹരത മത്തോന്യ, ഞാനല്ലാതെ കണ്ട് കോഗ്രഭുക് പുമാൻ, ഏത് പുരുഷനാണ് ഈ അഗ്രസ്ഥാനത്തായിട്ട് ഉള്ളത്? ഏറ്റവും അഗ്രസ്ഥാനത്തായിട്ട് ആരാണ് ഉള്ളത്? മത്തോന്യക്കോ അഗ്രഭുക് പുമാൻ. പദങ്ങൾ ഹേ വിപ്രാഹ, അല്ലയോ ബ്രാഹ്മണരെ, തസ്മാത്, അതിനായി, ഗതമത്സരാഹ, നമ്മോടുള്ള ശത്രുത്വം ഉപേക്ഷിച്ച്, അതിനാൽ നമ്മോടുള്ള ശത്രുത്വം ഉപേക്ഷിച്ച്, കർമ്മഭിഹി, കർമ്മങ്ങളാൽ, മാം യജധ്വം, നമ്മെ യജിക്കുവിൻ, ബലിം ച, ആ രാജഭോഗത്തെയും, മഹ്യം, എനിക്ക്, ഹരത, അർപ്പിക്കുവിൻ, മത്തഹ, എന്നിൽ നിന്നും അന്യനായിട്ട്, അഗ്രഭുക്, അഗ്രസ്ഥാനത്തിന് അർഹനായ, പുരുഷൻ, കഹ, ആരാണ്? ഒന്നുകൂടി പറയാം. ഹേ വിപ്രാഹ, അല്ലയോ ബ്രാഹ്മണരെ, തസ്മാത്, അതിനാൽ, ഗതമത്സരഃ, നമ്മോടുള്ള ശത്രുത്വം ഉപേക്ഷിച്ച്, കർമ്മഭിഹി, കർമ്മങ്ങളാൽ, മാം യജധ്വം, നമ്മെ യജിക്കുവിൻ, ബലിം ച, ആ രാജഭോഗത്തെയും, മഹ്യം, എനിക്ക്, ഹരത, അർപ്പിക്കുവിൻ, മത്തഹ, എന്നിൽ നിന്നും അന്യനായിട്ട്, അഗ്രഭുക്, അഗ്രസ്ഥാനത്തിന് അർഹനായിട്ട്, പുരുഷൻ, ക, ആരാണ്? അപ്പോൾ അതിൽ തന്വയം വന്നിട്ട് ഹേ വിപ്രാഹ തസ്മാത് ഗതമത്സരാഹ കർമ്മഭിഹി മാം യജധ്വം ബലിം ച മഹ്യം ഹരത മത്തഃ അന്യഃ അഗ്രഭുക് കഹ. അഗ്രഭുക് പുരുഷഃ കഹ. ഒന്നുകൂടി പറയാം. ഹേ വിപ്രാഹ തസ്മാത് ഗതമത്സരാഹ കർമ്മഭിഹി മാം യജധ്വം ബലിം ച മഹ്യം ഹരത മത്തഃ അന്യഃ അഗ്രഭുക് പുരുഷം കഹ. അല്ലയോ ബ്രാഹ്മണരെ, അതിനാൽ നമ്മോടുള്ള ശത്രുത്വം ഉപേക്ഷിച്ച് കർമ്മങ്ങളാൽ നമ്മെ യജിക്കുവിൻ, രാജഭോഗത്തെയും എനിക്ക് അർപ്പിക്കുവിൻ, എന്നിൽ നിന്നും അന്യനായിട്ട് അഗ്രസ്ഥാനത്ത് അർഹനായിട്ട് ഉള്ള പുരുഷൻ ആരാണ്? അല്ലയോ മുനിവര്യന്മാരെ, ഇക്കാരണത്താൽ മാത്സര്യം ഉപേക്ഷിച്ച് എന്നെ യജിക്കുക. കരം മുതലായ രാജഭോഗങ്ങളും നമുക്ക് തന്നെ നൽകണം. അഗ്രസ്ഥാനത്തിരുന്ന് ആ ഭോഗങ്ങൾ സ്വീകരിക്കാൻ നമ്മേക്കാൾ യോഗ്യനായിട്ട് മറ്റാരാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വിപ്രന്മാരെ, നിങ്ങൾ മത്സരമില്ലാതെ യജ്ഞാദികളാൽ എന്നെ പ്രസന്നനാക്കുക, എനിക്ക് പൂജ അർപ്പിക്കുകയും ചെയ്യുക. എന്നേക്കാൾ കൂടുതൽ ആരാധ്യനായിട്ട് മറ്റാരാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സകല രാജാക്കന്മാരും സർവഥാ സ്വരൂപന്മാരായിരിക്കുന്നതിനാൽ ഹേ വിപ്രന്മാരെ, നിങ്ങളുടെ രാജാവായിരിക്കുന്ന എന്നെ പൂജിക്കുന്നതിൽ നിങ്ങൾക്കുള്ള മാത്സര്യബുദ്ധി ഉപേക്ഷിക്കുവിൻ. എനിക്കായിക്കൊണ്ട് ആ ബലിയെ സമർപ്പിക്കുവിൻ. ആദ്യം ഭുജിപ്പാൻ യോഗ്യത തികഞ്ഞവൻ എന്നേക്കാൾ മീതെ ആരാണുണ്ടെങ്കിൽ അത് പറയുവിൻ. അതിലത്തെ ഇത് നോക്കാം നമുക്ക് വ്യാഖ്യാനം. ഹേ വിപ്രാഹ, അല്ലയോ വിപ്രന്മാരെ, തസ്മാത് ഗതമത്സര, ശത്രുത്വം ഉപേക്ഷിച്ച്, കർമ്മഭിർമാം, കർമ്മങ്ങളെ കൊണ്ട് എന്നിൽ യജധ്വം, എന്നെ യജിക്കുവിൻ, ബലിം ച, ആ ബലികളെ, അതായത് കരം, രാജഭോഗം ഇവയെ, മഹ്യം അർപ്പയത, എന്നിൽ അർപ്പിക്കുവിൻ. യദന്യ, എന്നിൽ നിന്നും അന്യനായിട്ട്, ആരാധ്യ കഹ, ആരാധിക്കാൻ പറ്റിയ ആൾ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചത്. ഒന്നുകൂടി നോക്കാം. തസ്മാത് ഹേ വിപ്രാഹ, അതുകൊണ്ട് അല്ലയോ വിപ്രന്മാരെ, ബ്രാഹ്മണരെ, ഗതമത്സര, ആ ശത്രുത്വമൊക്കെ ഉപേക്ഷിച്ചിട്ട്, കർമ്മഭിർമാം, ആ കർമ്മങ്ങളെ കൊണ്ട് എന്നെ, മാം യജധ്വം, എന്നെ യജിക്കുവിൻ, എനിക്ക് യജ്ഞം ചെയ്യുവിൻ, ബലിം ച മഹ്യം അർപ്പയത, ബലിയെ എനിക്ക് അർപ്പിക്കൂ. യദന്യഃ, ഞാനല്ലാതെ കണ്ട് ആരാധ്യനായിട്ട്, കഹ, ആരാണ് ഇവിടെയുള്ളത്? എന്നുകൂടി പറയാം. തസ്മാത് ഹേ വിപ്രാഹ ഗതമത്സര കർമ്മഭിർമാം യജധ്വം ബലിം ച മഹ്യമർപ്പയതമദന്യ ആരാധ്യ കഹ എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് വ്യാഖ്യാനമായിട്ട്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അതിന് ഉത്തരം ആയിട്ട് മൈത്രേയം പറയാം. മൈത്രേയ ഉവാച
മൈത്രേയ ഉത്തരമായിട്ടല്ല, ആരാണുള്ളത് ചോദിച്ചപ്പോൾ മൈത്രേയൻ പറയുകയാണ്. മൈത്രേയ ഉവാച ഇത്തം വിപര്യമതി പാപീയാനുത്പഥം ഗതഃ അനുനീയമാനസ്തദ്യാഞ്ഛാം ന ചക്രേ ഭ്രഷ്ടമംഗലഃ. ഇത്തം വിപര്യമതി, പ്രകാരം വിപരീത ബുദ്ധിയുള്ള, പാപീയാനുത്പഥം ഗതഃ, പാപിയായിട്ട് ആ സന്മാർഗം വെടിഞ്ഞിരിക്കണ, അനുനീയമാനസ്തദ്യാഞ്ഛാം, ഈ വേനനെ ഇങ്ങനെ അനുനയ വാക്കുകളെ കൊണ്ട് ഉപദേശിച്ചപ്പോൾ അതിനെ തിരസ്കരിച്ചു. യാജ്ഞാം, തദ്യാജ്ഞാം എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥനയെ, ന ചക്രേ, അതിനെ സ്വീകരിച്ചില്ല. ന ചക്രേ ഭ്രഷ്ടമംഗലഃ, മംഗളം അസ്തമിച്ചിട്ടുള്ള ആളാണ് അയാൾ. അപ്പോൾ ഇത്തം വിപര്യമതിഹി, ഇത്രയും ഇപ്രകാരം വിപരീത ബുദ്ധിയുള്ള, പാപീയാനുൽപഥം ഗതഃ, പാപകർമ്മങ്ങളെ കൊണ്ട് ദുർമാർഗത്തിൽ നടക്കണ, അനുനീയമാനസ്തദ്യാഞ്ഛ, ആ വേനനെ അനുനയ വാക്കുകളെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അതിനെ, ആ അഭ്യർത്ഥനയെ, ന ചക്രേ, അതിനെ സ്വീകരിച്ചില്ല. ഒരു ഒട്ടും മംഗളം ഇല്ലാത്തവനാണ് ഇവൻ എന്നുള്ള പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഭ്രഷ്ടമംഗലഃ, മംഗളം അസ്തമിച്ച്, പാപിയാൻ, പാപിയായിത്തീർന്ന്, വിപര്യമതി, ബുദ്ധി പിഴച്ചവനും, ഉത്പഥം, അസന്മാർഗത്തെ ഗതഃ, സന്മാർഗത്തിൽ ഗതഃ, സന്മാർഗത്തെ അവലംബിച്ചവനുമായിരിക്കുന്ന വേനൻ, അനുനീയമാനഃ, സതുപദേശം ചെയ്യപ്പെട്ടിട്ട്, തദ്യാജ്ഞാം, ആ അഭ്യർത്ഥനയെ ന ചക്രേ സ്വീകരിച്ചില്ല. എന്നുകൂടി പറയാം. ഭ്രഷ്ടമംഗലഃ, മംഗളം അസ്തമിച്ച്, പാപിയാൻ, പാപിയായിത്തീർന്ന്, വിപര്യമതി, ബുദ്ധി പിഴച്ചവനും, ഉത്പഥം, അസന്മാർഗത്തെ ഗതഃ, അവലംബിച്ചവനുമായിരിക്കുന്ന വേനൻ, അനുനീയമാനഃ, സതുപദേശം ചെയ്യപ്പെട്ടിട്ട്, തദ്യാജ്ഞാം, ആ അഭ്യർത്ഥനയെ ന ചക്രേ സ്വീകരിച്ചില്ല. ഇതിലത്തെ അന്വയം വന്നിട്ട് ഭ്രഷ്ടമംഗലഃ പാപീയാൻ വിപര്യമതി ഉത്പഥം ഗതഃ അനുനീയമാനഃ തദ്യാജ്ഞാം ന ചക്രേ. ഒന്നും കൂടി പറയാം. ഭ്രഷ്ടമംഗലഃ പാപീയാൻ വിപര്യമതി ഉത്പഥം ഗതഃ വേനഃ അനുനീയമാനഃ തദ്യാജ്ഞാം ന ചക്രേ. മംഗളം അസ്തമിച്ച് പാപിയായിത്തീർന്ന് ബുദ്ധി പിഴച്ചവനും അസന്മാർഗത്തെ അവലംബിച്ചവനുമായിരിക്കുന്ന വേനൻ ആ സതുപദേശം ചെയ്യപ്പെട്ടിട്ട് അത് ആ അഭ്യർത്ഥനയെ സ്വീകരിച്ചില്ല. മംഗളം നഷ്ടപ്പെട്ടവനും സത്പഥത്തിൽ നിന്നും വ്യതിചലിച്ചവനും പാപിയും വിപരീത മനസ്ഥിതിയോടുകൂടിയവനുമായിരിക്കുന്ന വേനൻ അവരുടെ ആ സതുപദേശ രൂപത്തിലുള്ള ആ അഭ്യർത്ഥനയെ മാനിച്ചില്ല. ഇങ്ങനെ ആ വിപരീത ബുദ്ധിയും പാപിയും ദുർവൃത്തനും ഭാഗ്യഹീനനുമായിരിക്കുന്ന അവൻ മുനികളാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടും ആ പ്രാർത്ഥന കൈക്കൊണ്ടില്ല, സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്, ഏറ്റവും പാപവൃത്തികളെ ചെയ്യുന്നവനും വിപരീത ബുദ്ധിയോടുകൂടിയവനും സദാചാരം തെറ്റി നടക്കുന്നവനും മംഗളപ്രവൃത്തികൾ ഇല്ലാതിരിക്കുന്നവനുമായിരിക്കുന്ന ആ വേനൻ ഋഷികളാൽ അനുനയിക്കപ്പെട്ടു എങ്കിലും അവർ ചെയ്തതായിരിക്കുന്ന ആ പ്രാർത്ഥനയെ ആദരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് പാപിയാൻ വേനഃ, പാപിയായിരിക്കുന്ന വേനൻ, ഋഷിവചോ ന മേനെ, ഋഷിവച വാക്കുകളെ മാനിച്ചില്ല എന്നുള്ളത് പറയുന്നത്. മൈത്രേയ ഉവാച പാപിയാൻ വേനഃ, പാപിയായിരിക്കുന്ന വേനൻ ആ ഋഷിവചോ, ഋഷിമാരുടെ വാക്കുകളെ മാനിച്ചില്ല എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മൈത്രേയ ഉവാച പാപിയാൻ വേനഃ ഋഷിവചോ ന മേനെ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം ഇതിതേ അസത്കൃതാസ്തേന ദ്വിജാഃ പണ്ഡിതമാനിനഃ ഭഗ്നായാം ഭവ്യാഞ്ഛനായാം തസ്മൈ വിദുര ചുക്രുധു. ഇതി തേ അസത്കൃതാസ്തേന ദ്വിജാഃ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യാഞ്ഛനായാം തസ്മൈ വിദുര ചുക്രുധു. അല്ലയോ വിദുര, ഇപ്രകാരം സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കണ ആ വേനൻ അവനാൽ ഇതിതേ അസത്കൃതാസ്തേന ദ്വിജാഃ പണ്ഡിതമാനിന, സ്വയം
പണ്ഡിതനാണെന്ന് വിചാരിക്കണ ആ വേനൻ അസത്കൃതാഹ എന്താ ചെയ്തിരിക്കുന്നത്? നിന്ദിക്കപ്പെട്ടു. ആ ദ്വിജന്മാരെ, ദ്വിജാഹ ആ ബ്രാഹ്മണരെ നിന്ദിച്ചു. ആ ബ്രാഹ്മണർ എന്തുകൊണ്ടാണ് നിന്ദിച്ചു എന്ന് പറയണം? ഭവ്യയാശ്നായ വളരെ വിനയപൂർവ്വം ചെയ്തിട്ടുള്ള അപേക്ഷയെ അദ്ദേഹം സ്വീകരിച്ചില്ല. അങ്ങനെ അത് വിഫലം ആയി എന്നുള്ള പേരിൽ ആ വിപ്രന്മാർക്ക് ദ്വിജാഹ ചുക്രുധു തസ്മൈ അവനിൽ ആ വേനനിൽ, തസ്മൈ എന്ന് പറഞ്ഞാൽ വേനനിൽ അവർക്ക് കോപം ഉണ്ടായി. ചുക്രുധു കോപിച്ചു എന്നതാണ് പറയുന്നത്. ഇതിതേ അസത്കൃതാസ്തേന ദ്വിജാഹ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യയാച്ഛനായാം തസ്മൈ വിതുര ചുക്രുധു. ഹേ വിതുര, അല്ലയോ വിതുര, ഇതി ഇങ്ങനെ, പണ്ഡിതമാനിന സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്ന, തേന അവനാൽ, അസത്കൃതാഹ നിന്ദിക്കപ്പെട്ട, തേ ദ്വിജ ആ ബ്രാഹ്മണർ, ഭവ്യയാഞ്ഛനായാം അവരുടെ അവിനയപൂർവമുള്ള അപേക്ഷ, ഭഗ്നായാം അങ്ങനെ വിഫലമായപ്പോൾ, തസ്മൈ അവൻ്റെ പേരിൽ, ചുക്രുധു കോപിച്ചു. എന്നുകൂടി പറയാം. ഹേ വിതുര, അല്ലയോ വിതുര, ഇതി ഇങ്ങനെ, പണ്ഡിതമാനിന സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്ന, തേന തേനാൽ അസത്കൃതാഹ നിന്ദിക്കപ്പെട്ട, തേ ദ്വിജാ ആ ബ്രാഹ്മണർ, ഭവ്യയാഞ്ഛനായാം അവരുടെ അവിനയപൂർവമുള്ള അപേക്ഷ, ഭഗ്നായാം അങ്ങനെ വിഫലമായപ്പോൾ, തസ്മൈ അവൻ്റെ പേരിൽ, ചുക്രുധു കോപിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ വിതുരാം ഇതി പണ്ഡിതമാനിനഃ തേന അസത്കൃതാഹ തേ ദ്വിജാഹ ഭവ്യയാഞ്ഛനായാം ഭഗ്നായാം തസ്മൈ ചുക്രുധു. എന്നുകൂടി പറയാം. ഹേ വിതുര ഇതി പണ്ഡിതമാനിനഃ തേന അസത്കൃതാഹ തേ ദ്വിജാഹ ഭവ്യയാഞ്ഛനായാം ഭഗ്നായാം തസ്മൈ ചുക്രുധു. അല്ലയോ വിതുര, ഇങ്ങനെ ആ സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കണ അവനാൽ നിന്ദിക്കപ്പെട്ട ആ ബ്രാഹ്മണർ വിനയപൂർവമുള്ള അപേക്ഷ, അവരുടെ വിനയപൂർവമുള്ള അപേക്ഷ അങ്ങനെ വിഫലമായപ്പോൾ അവൻ്റെ പേരിൽ കോപിച്ചു. അപ്പോൾ ഹേ വിതുര, പണ്ഡിതനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ആ വേനനാൽ തങ്ങളുടെ വിനീതമായിരിക്കുന്ന അഭ്യർത്ഥന തിരസ്കരിക്കപ്പെട്ടിട്ട് അവമാനിതരായിരിക്കുന്ന ആ മഹർഷിവര്യന്മാർ അദ്ദേഹത്തിൻ്റെ നേരെ ക്രോധിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിതുര, ആ ദ്വിജന്മാർ പണ്ഡിതാഭിമാനിയായ അവനാൽ അപമാനിക്കപ്പെട്ട് ലോകക്ഷേമകരമായ തങ്ങളുടെ ആ യാചനയ്ക്ക് ഭംഗം വന്നപ്പോൾ അവൻ്റെ നേരെ കോപിച്ചു. വിതുര, തന്നെത്താൻ പണ്ഡിതൻ എന്ന അഭിമാനമുള്ള വേനൻ ഇപ്രകാരം മുനിമാരെ അവമാനിച്ചു. ആ വേനൻ്റെ ഐശ്വര്യാഭിവൃദ്ധിക്ക് കാരണമായിരിക്കുന്ന അവരുടെ ആ പ്രാർത്ഥനയെ ധിക്കരിക്കുകയും കൂടി ചെയ്തപ്പോൾ അവർ അവൻ്റെ നേരെ ക്രോധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് തഥാ തേന അപമാനിത, ആ വേനനാൽ അപമാനിക്കപ്പെട്ട മുനയാസ് തസ്മൈ ചുക്രുധു, മുനിമാർ അവനിൽ കോപം ഉണ്ടായി, അവർക്ക് അവനിൽ കോപമുണ്ടായി. തഥാ തേനാപമാനിത, അങ്ങനെ ആ വേനനാൽ അപമാനിതനായിരിക്കുക. തഥാ തേന ആപമാനിത മുനയ, മുനിമാർ തസ്മൈ വേനനിൽ ചുക്രുധു കോപിച്ചു. തഥാ തേന ആപമാനിത മുനയസ് തസ്മൈ ചുക്രുധു. അതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം ഹന്യതാമേഷ പാപപ്രകൃതിദാരുണഃ ജീവൻ ജഗദസാവാശു കുരുതേ ഭസ്മസാധ്രുവം. ഹന്യതാമേഷ പാപപ്രകൃതിദാരുണഃ ജീവൻ ജഗദസാവാശു കുരുതേ ഭസ്മസാധ്രുവം. കൊല്ലപ്പെടണം എന്നാണ് പറഞ്ഞത്. ഹന്യതാമേഷ ഇപ്രകാരം പാപിയും പ്രകൃതിദാരുണ പ്രകൃത്യാ തന്നെ
ക്രൂരനും ആയിരിക്കുന്ന ആ വേനനാൽ ജീവൻ ജഗദസാവാശു ആ ജീവൻ ജീവിച്ചിരുന്നാൽ ആ ലോകത്തെ ജഗദസാവാശു ലോകത്തെ ക്ഷണനേരം കൊണ്ട് അയാൾ എന്തു ചെയ്യും? ഭസ്മസാത് കുരുതേ ധ്രുവം, ഭസ്മീകരിക്കും എന്നുള്ളത് തീർച്ചയാണെന്നാണ് പറയുന്നത്. കൊല്ലപ്പെടട്ടെ എന്നാണ്. ഹന്യതാമേഷ. അതുകൊണ്ട് ആ വേനൻ കൊല്ലപ്പെടട്ടെ എന്ന് അവരെ കോപിച്ചിട്ട് പറയുകയാണ്, വേനൻ കൊല്ലപ്പെടട്ടെ. ഏഷ പാപഹ, ഈ പാപി പ്രകൃതിദാരുണ, ഈ പാപി പ്രകൃത്യാ തന്നെ ക്രൂരനാണ്. ഇവൻ ജീവൻ ജഗദസാവാശു, ഇവൻ ജീവിച്ചിരുന്നാൽ, ഇവൻ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നാൽ ജഗദസാവാശു, ആ ജഗത്തിനെ ക്ഷണത്തിൽ ലോകത്തെ ക്ഷണനേരം കൊണ്ട് കുരുതേ ഭസ്മസാത് ഭസ്മീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്, തീർച്ചയാണ്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. പ്രകൃതിദാരുണ, അതിനാൽ പ്രകൃത്യാ ക്രൂരനായ, ഏഷഃ പാപഃ, ഈ പാപി, ഹന്യതാം കൊല്ലപ്പെടട്ടെ. അസൗ, ഇവൻ ജീവൻ ജീവിച്ചിരുന്നാൽ ജഗത്ത് ലോകത്തെ ആശു ക്ഷണനേരം കൊണ്ട് ഭസ്മസാത് കുരുതേ ഭസ്മീകരിക്കും, ധ്രുവം തീർച്ച തന്നെ. എന്നുകൂടി പറയാം. പ്രകൃതിദാരുണ, അതിനാൽ പ്രകൃത്യാ ക്രൂരനായ, ഏഷഃ പാപഃ, ഈ പാപി, ഹന്യതാം കൊല്ലപ്പെടട്ടെ. അസൗ, ഇവൻ ജീവൻ ജീവിച്ചിരുന്നാൽ ജഗത് ലോകത്തെ ആശു ക്ഷണനേരം കൊണ്ട് ഭസ്മസാൽ കുരുതേ ഭസ്മീകരിക്കും, ധ്രുവം തീർച്ച. അപ്പം അതിൻ്റെ അന്വയം വന്നിട്ട് പ്രകൃതിദാരുണ ഏഷ പാപഃ ഹന്യതാം അസൗ ജീവൻ ജഗത് ആശു ഭസ്മസാത് കുരുതേ ധ്രുവം. എന്നുകൂടി പറയാം. പ്രകൃതിദാരുണ ഏഷഃ പാപഃ ഹന്യതാം അസൗ ജീവൻ ജഗത് ആശു ഭസ്മസാത് കുരുതേ ധ്രുവം. അതായത് പ്രകൃത്യാ ക്രൂരനായിരിക്കുന്ന പാപി, ഈ പാപി കൊല്ലപ്പെടട്ടെ. ഇവൻ ജീവിച്ചിരുന്നാൽ ആ ലോകത്തെ ക്ഷണനേരം കൊണ്ട് അവൻ ഭസ്മീകരിക്കും എന്നുള്ളത് തീർച്ചയാണ് ആണ് പറയുന്നത്. അപ്പോൾ പ്രകൃത്യാ ക്രൂരനും പാപിയുമായ ഇവൻ ഹനിക്കപ്പെടട്ടെ. അല്ലാതെ ഇവനെ ഇനിയും ജീവിക്കാൻ അനുവദിച്ചാൽ ഈ ലോകം ഇവൻ ഭസ്മീകരിക്കും. പ്രകൃത്യാ ക്രൂരനായിരിക്കുന്ന ഇവൻ ഹനിക്കപ്പെട്ടാലും ഇവൻ ജീവിച്ചിരുന്നാൽ ലോകം മുഴുവൻ ഭസ്മമാകും, സംശയമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില മുനിമാർ ബാക്കിയുള്ളവരോടൊക്കെ പറയുകയാണ്, ജന്മനാ ക്രൂരനും പാപിയുമായ ഇവനെ ഹനിക്കുവിൻ. ഇവൻ ജീവിച്ചിരിക്കുന്ന പക്ഷം ഇവൻ്റെ ദുരാചാര ആഗ്നി കൊണ്ട് കാലതാമസം കൂടാതെ ലോകത്തെ ഇവൻ ഭസ്മമാക്കും, ഇത് നിശ്ചയം ആണെന്നാണ്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ വന്നിട്ട് അഹോ പ്രകൃതിധാരണ, അല്ലയോ ജന്മനാ ക്രൂരനായിരിക്കുന്ന ഏഷ ഇവൻ, ഹന്യതാം ഇവൻ ഹനിക്കപ്പെടട്ടെ, ഹന്യതാം അസൗ ഇവൻ ജീവിച്ചിരുന്നാൽ, ജീവൻ ജഗതഃ ജീവിച്ചിരുന്നാൽ ഈ ജഗത്ത് ഭസ്മസാത് കുരുതേ ഭസ്മീകരിക്കപ്പെടും, ക്ഷണത്തിൽ ഭസ്മീകരിക്കപ്പെടും എന്നുള്ളതാണ്. അഹോ പ്രകൃതിദാരുണ, അല്ലയോ ജന്മനാ ക്രൂരനായിരിക്കുന്ന ഏഷ ഈ പാപി, ഹന്യതാം ഹനിക്കപ്പെടട്ടെ. അസൗ ഇവൻ ജീവൻ ജീവിച്ചിരുന്നാൽ ജഗത് ഈ ജഗത്ത് ഭസ്മസാത് കുരുതേ ഭസ്മീകരിക്കും, ഭസ്മമാക്കി തീർക്കും. അഹോ പ്രകൃതിദാരുണ ഏഷ ഹന്യതാം അസൗ ജീവൻ ജഗത് ഭസ്മസാത് കുരുതേ എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്ന വ്യാഖ്യാനം. അപ്പോൾ 32ാമത്തെ ശ്ലോകം നമുക്ക് എടുക്കാം. 32ാമത്തെ ശ്ലോകം. നായം അർഹത്യസദ്വൃത്തോ നരദേവവരാസനം യോധി യജ്ഞപതിം വിഷ്ണും വിനിന്ദ്യത്യനപത്രപഃ. നായം അർഹത്യസദ്വൃത്തോ നരദേവവരാസനം യോധി യജ്ഞപതിം വിഷ്ണും വിനിന്ദ്യത്യനപത്രപഃ.
നിർലജ്ജനായിട്ട്, അനപത്രപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർലജ്ജനായിട്ട് ആ യജ്ഞേശ്വരനായിരിക്കുന്ന യജ്ഞപതിയായിരിക്കുന്ന അധിയജ്ഞപതിയും യജ്ഞേശ്വരനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വിഷ്ണും യാതൊരുവൻ വിനിന്യതി അധിക്ഷേപിക്കുന്നുവോ ദുർവൃത്തനായിരിക്കുന്ന സഹ അവൻ ശ്രേഷ്ഠമായിരിക്കുന്ന സിംഹാസനത്തെ അർഹിക്കുന്നില്ല. ന അർഹതി നായമർഹതി അർഹിക്കുന്നവനല്ല, അസദ്വൃത്തനാണ്. നരദേവവരാസനം ആ രാജാവിൻ്റെ ആ സിംഹാസനത്തെ അവൻ അർഹിക്കുന്നില്ല, അസദ്വൃത്തനായിരിക്കുന്ന അവൻ അർഹിക്കുന്നില്ല. ആരാണ്? യഹ അതിയജ്ഞപതിയും അവൻ ആ യജ്ഞപതിയായിരിക്കുന്ന വിഷ്ണുവിനെ വിനിന്ദ്യത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവൻ നിന്ദിക്കുന്നു, അധിക്ഷേപിക്കുന്നു. പിന്നെ അനപത്രപഹ ലജ്ജയില്ലാതെയാണ് അവൻ നിന്ദിക്കുന്നത്. അതുകൊണ്ട് അവൻ ഈ സിംഹാസനത്തിന് അർഹനല്ല. അതിലത്തെ പദങ്ങൾ അനപത്രപഹ നിർലജ്ജനായിട്ട് അധിയജ്ഞപതിയും യജ്ഞേശ്വരനായിരിക്കുന്ന വിഷ്ണു മഹാവിഷ്ണുവിനെ യാതൊരുവൻ വിനിന്ദതി അധിക്ഷേപിക്കുന്നുവോ അസദ്വൃത്ത ദുർവൃത്തനായിരിക്കുന്ന സഹ അയം ഇവൻ നരദേവവരാസനം ശ്രേഷ്ഠമായിരിക്കുന്ന സിംഹാസനത്തെ ന അർഹതി അർഹിക്കുന്നില്ല. എന്നുകൂടി പറയാം. അനപത്രപഹ നിർലജ്ജനായിട്ട് അധിയജ്ഞപതിയും യജ്ഞേശ്വരനായിരിക്കുന്ന വിഷ്ണുവിനെ യാതൊരുവൻ വിനിന്ദതി അധിക്ഷേപിക്കുന്നുവോ അസദ്വൃത്ത ദുർവൃത്തനായിരിക്കുന്ന സഹ അയം ഇവൻ നരദേവവരാസനം ശ്രേഷ്ഠമായിരിക്കുന്ന സിംഹാസനത്തെ ന അർഹതി അർഹിക്കുന്നില്ല. അപ്പോൾ അത് തന്വയം വന്നിട്ട് അനപത്രപഹ അധിയജ്ഞപതിം വിഷ്ണും വിനിന്ദതി അസദ്വൃത്ത സഹ നരദേവവരാസനം ന അർഹതി. എന്നുകൂടി പറയാം. അനപത്രപ അധിയജ്ഞപതിം വിഷ്ണും വിനിന്ദതി അസദ്വൃത്ത സഹ അയം നരദേവവരാസനം ന അർഹതി. അതായത് നിർലജ്ജനായിട്ട് ആ യജ്ഞേശ്വരനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ യാതൊരുവൻ അധിക്ഷേപിക്കുന്നുവോ ദുർവൃത്തനായിരിക്കുന്ന അവൻ ആ ശ്രേഷ്ഠമായിരിക്കുന്ന സിംഹാസനത്തെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ യാതൊരുവൻ യജ്ഞപതിയായിരിക്കുന്ന ശ്രീഹരി അത്യന്തം നിന്ദിക്കുന്നുവോ ദുർവൃത്തനായിരിക്കുന്ന ഇവൻ മനുഷ്യരിൽ ദേവത്വം ഉള്ളവർക്കിരിക്കാൻ അർഹതപ്പെട്ട ആ രാജസിംഹാസനത്തെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ദുഷ്ടൻ ആ രാജസിംഹാസനത്തിന് അർഹനല്ല. എന്തെന്നാൽ ഇയാൾ സർവയജ്ഞഫലദാതാവായിരിക്കുന്ന ആ ഭഗവാനെ ലജ്ജ കൂടാതെ നിന്ദിക്കുന്നു. സകല യജ്ഞങ്ങളുടെയും അധിദേവതയും സർവലോകപാലകനുമായിരിക്കുന്ന ശ്രീവിഷ്ണുവിനെ ലജ്ജ കൂടാതെ യാതൊരുത്തൻ നിന്ദിക്കുന്നുവോ ദുർവൃത്തനായിരിക്കുന്ന ഈ വേനൻ രാജാവിൻ്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന ആസനത്തിൽ വസിപ്പാൻ യോഗ്യനല്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ അഹോ എന്താ അയം രാജ്യം നാർഹതി, ഈ രാജ്യം നാർഹതി യതോ ഇവൻ ഈ രാജ്യത്തിന് അർഹനല്ല. യതോ ആരാണോ യജ്ഞപതിം വിഷ്ണു നിന്ദതി യജ്ഞപതിയായിരിക്കുന്ന വിഷ്ണുവിനെ നിന്ദിക്കുന്ന ഇവൻ ഈ രാജ്യത്തിന് അർഹനല്ല. അയം രാജ്യം ഈ രാജ്യത്തിന് ഇവൻ അർഹനല്ല. നാർഹതി യതോ യജ്ഞപതിം വിഷ്ണു നിന്ദതി ആരാണോ യജ്ഞപതിയായിരിക്കുന്ന വിഷ്ണുവിനെ നിന്ദിക്കുന്നത് അവൻ ഈ രാജസിംഹാസനത്തിന് അർഹനല്ല. അയം രാജ്യം നാർഹതി യതോ യജ്ഞപതിം വിഷ്ണു നിന്ദതി. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.